അടുത്ത തവണത്തെ ഫിഫ വേൾഡ് കപ്പിന്റെ സ്കോഡ് ഇപ്പോൾ തന്നെ ഏകദേശം ഒരു ഉറപ്പ് വരുത്തി എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പൊ എസ്റ്റാഡിയോ ഈ സ്പോർട്ട് റിപ്പോർട്ട് ചെയ്യുന്നു. എസ്റ്റാഡിയോ അവര് കൃത്യമായി തന്നെ 26 പേരെ കൊടുത്തിട്ടുണ്ട്. അതിലുള്ളതിൽ പരിക്ക് പറ്റിയ പ്ലേയേഴ്സും ഉണ്ട് ഈ സ്കോഡിൽ. അപ്പം ഗോൾ കീപ്പറായിട്ട് അലീസൺ ബക്കർ ആയിരിക്കും. ലിവർപൂളിന്റെ ഗോൾ കീപ്പർ അലീസൺ കാണും. ആള് തന്നെയാണ് ഫസ്റ്റ് ചോയ്സ് ഗോൾ കീപ്പർ. പിന്നെ ഡിഫൻസിലായിട്ട് മിലിറ്റാവോ കാണും റയൽ മാഡ്രിഡിന്റെ. മിലിറ്റാവും പരിക്കിലാണ്. പിന്നെ ഫ്ലെമിംഗോയുടെ ഡാനിലോ, അതുപോലെ തന്നെ PSG-യുടെ മാർക്കിന്യോസ്, ആർസണലിന്റെ ഗബ്രിയൽ മഗല്ലസ്, ഫ്ലെമിംഗോയുടെ അലക്സാൻഡ്രോ, അതുപോലെ തന്നെ യുണൈറ്റഡിൽ ഇപ്പം മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന കസമിറോ, ചെൽസിയിലെ ആൻഡ്രെ സാന്റോസ്, ന്യൂകാസിലെ ബ്രൂണോ ഗുയിമേറസ്, ചെൽസിയിലെ എസ്തവായോ വില്യൻ ഇപ്പൊ പരിക്ക് പറ്റി പുറത്തിരിക്കുകയാണ്. വേൾഡ് കപ്പിൽ കാണുമെന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നു. റയൽ മാഡ്രിഡിൽ അത്യാവശ്യം ഇപ്പൊ മികച്ച ഫോമിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന വിനീഷ്യസ് ജൂനിയർ, പിന്നെ യുണൈറ്റഡിൽ മത്യാസ് ക്യൂന, അതുപോലെ തന്നെ ബാഴ്സലോണയുടെ റഫീഞ്ഞ, ഇവരൊക്കെയാണ് അറ്റാക്കിൽ വരുമ്പോൾ ഏകദേശം കൺഫേം ആയ പ്ലേയേഴ്സ് ഉണ്ട്. ഒന്ന് റോമയുടെ വെസ്ലി ഉണ്ട്, അതുപോലെ തന്നെ ഫ്ലെമിംഗോയുടെ ലൂക്കാസ് പക്കേറ്റ, ചെൽസിയുടെ ജാവോ പെട്രോ, ആർസനലിന്റെ ഗബ്രിയൽ മാർട്ടിനെല്ലി, പിന്നെ ടോട്ടനം ഹോട്ട്സ്ബർഗിന്റെ റിച്ചാർഡ്സൺ. ഹൈലി റേറ്റഡ് പ്ലേയേഴ്സ് എന്ന് പറയാൻ നേരത്താണെങ്കിൽ ഹ്യൂഗോ സൗസയുണ്ട് കോർട്ടിസ് സ്റ്റാൻസിന്റെ, അതുപോലെ തന്നെ ഫബ്രീസിയോ ബ്രൂണോ ക്രുസേറോന്റെ, അതുപോലെ നിക്ലസ് സാന്റോസ്, പിന്നെ അതുപോലെ തന്നെ ലൂയിസ് എൻട്രിക്കെ. ഒരു സർപ്രൈസ് ഇത് പറയുന്നതെന്ന് വെച്ചാൽ അവർ കുറെ പ്ലേയേഴ്സിനെ പറയുന്നുണ്ട്. യുവന്റസിന് ബ്രമാമർ ഡിഫൻസീവ് വരുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. കാരണം എന്ന് വെച്ചാൽ ഇപ്പൊ എഡർ മിലിറ്റാവോ ഒന്നും സ്കോഡിലില്ല, അതുകൊണ്ട് ബ്രമാമറിന്റെ വിളിക്കുമെന്ന് പറയുന്നു. അതുപോലെ തന്നെ ഡാനിലോ ബർബോസയെ വിളിക്കും, ബ്യൂട്ടോഫാക്കിൽ വിളിക്കാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നു. ഗബ്രിയൽ സാറ കാലസ്റ്റർ സരായിയുടെ ഗബ്രിയൽ സാറ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ പരിക്ക് പറ്റി പിന്നെ ഇടയ്ക്കൊന്നും വിളിച്ചില്ലായിരുന്നു ആഞ്ചലോട്ടി എൻട്രിക്കും വരാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നു. അതുപോലെ തന്നെ റോച്ച ബേൺമൗത്തിന്റെ റോച്ച വരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ബ്രൺഫോർഡിന്റെ ഇഗോർ തിയാഗോ, ഇവർ ഇത്രയും പേരാണ് സർപ്രൈസ് ആയിട്ട് വരാൻ പോകുന്നത്. എന്തായാലും ഇതാണ് സ്കോഡ്. എന്തായാലും ഇതിൽ നെയ്മർ ജൂനിയർ ഇതിലും ഇല്ല എന്ന് പറയുമ്പോഴാണ് ആരാധകർക്ക് വളരെ വിഷമം. കാരണം നെയ്മറിനെ വിളിക്കുമോ ഇല്ലയോ എന്ന് കണ്ടു തന്നെ അറിയാം. ഫുള്ളി ഫിറ്റ് ആണെങ്കിൽ നെയ്മറിനെ വിളിക്കുമെന്ന് നേരത്തെ തന്നെ ആഞ്ചലോട്ടി പറഞ്ഞതുമാണ്.